ഇപ്പോഴോ? ഇപ്പൊ കാണാനുണ്ട്, ക്ലിയർ ആവണില്ല. ഓക്കെ, ഞാൻ ഈ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് അത് നോക്കുക. ക്വസ്റ്റ്യൻസിന് ടോട്ടലി ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇന്ന് EVS കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് EVS കുറച്ച് പോയിന്റ്സ് പറയാനുണ്ട്. ഇതിനുശേഷം നമുക്ക് ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു പോവാം. കഴിഞ്ഞ EVS ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, കുറച്ചൊരു ഇത്രയൊരു പാടാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏത് തരത്തിലുള്ള ഭക്ഷണത്തിനാണ് കാർബൺ പാദമുദ്ര, കാർബൺ ഫുഡ് പ്രിന്റ് എന്ന് പറയും കേട്ടോ, കാർബൺ പാദമുദ്ര കുറവായിരിക്കാൻ സാധ്യത? ഓപ്ഷൻ എ കൃത്രിമ ഭക്ഷണം, ഓപ്ഷൻ എ പ്രകൃതിദത്ത ഭക്ഷണം, ഓപ്ഷൻ ബി കൃത്രിമ ഭക്ഷണം, ഓപ്ഷൻ സി സംസ്കരിച്ച ഭക്ഷണങ്ങൾ, ഓപ്ഷൻ ഡി ഫാസ്റ്റ് ഫുഡ്. ഏതിലായിരിക്കും? ഓപ്ഷൻ എ ആണ് അല്ലെ, പ്രകൃതിദത്ത ഭക്ഷണങ്ങളിലാണ് അല്ലെ. അപ്പം പ്രകൃതിദത്ത ഭക്ഷണങ്ങളിലാണ് എന്ത്, കാർബൺ പാദമുദ്ര കുറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓക്കെ, അടുത്തത്, ഔഷധ സസ്യ ഉദ്യാനങ്ങൾ, ഹെർബൽ ഗാർഡൻസ് എന്ന് പറയും, അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഓപ്ഷൻ എ മിയാവാക്കി ഉദ്യാനങ്ങൾ, ഓപ്ഷൻ ബി സെൻ ഗാർഡൻസ്, ഓപ്ഷൻ സി അപ്പോത്തിക്കിരി ഉദ്യാനങ്ങൾ, ഓപ്ഷൻ ഡി ഹോർട്ടികൾച്ചർ ഉദ്യാനങ്ങൾ. ഇതിലേതാണ് ഔഷധ സസ്യങ്ങളിൽ ഉള്ള മറ്റൊരു പേര്? ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതില് 3 ചിലപ്പോ നിങ്ങൾ കേൾക്കാത്തൊരു പേരായിരിക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത ആൾക്കാർ കണ്ടിട്ടുണ്ടാവും, അല്ലാത്തവര് ആദ്യമായിട്ടായിരിക്കും ഈ ABC എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നത് അല്ലെ. ഡി എന്ന് പറയുമ്പോൾ ഹോർട്ടികൾച്ചർ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ അത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? പഴം പച്ചക്കറി അല്ലേ? പഴം പച്ചക്കറി. നമ്മുടെ ഹോർട്ടികൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പിന്നെ കൃഷിക്കും നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഹോർട്ടികൾച്ചർ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ഓപ്ഷൻ ഡി നമുക്ക് ക്യാൻസൽ ചെയ്യാം. മിയാവാക്കിയാണോ, സെൻ ഗാർഡൻസ് ആണോ, അപ്പോത്തിക്കിരി ഗാർഡൻസ് ആണോ? ഇതിൽ 3-ൽ ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ ഓപ്ഷൻ അപ്പോത്തിക്കിരി ഗാർഡൻസ് ആണ് അല്ലെ, അപ്പോത്തിക്കിരി ഗാർഡൻസ് ആണ് കറക്റ്റ് ആൻസർ അല്ലെ. ഇപ്പം മിയാവാക്കി ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതും പലപ്പോഴായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ അഫോറസ്റ്റേഷൻ ആണ് അല്ലെ, വനവൽക്കരണം എന്ന് പറയുന്ന പ്രോസസ്സിനായിട്ട് വനങ്ങൾ നല്ലോണം നട്ടുപിടിപ്പിക്കുന്ന ആ ഒരു ഗാർഡൻസ് ആണ് മിയാവാക്കി ഗാർഡൻസ് അല്ലെ. ദെൻ വാട്ട് ഈസ് സെൻ ഗാർഡൻസ്? മെഡിസിൻസ് അല്ലേ, ആ മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ടതല്ലേ. അപ്പം സെൻ ഗാർഡൻസ് മെഡിസിൻ ആണോ? മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ടത് എന്നാണ് ആ ക്വസ്റ്റ്യനിൽ കണ്ട്. അല്ല, അപ്പൊ അപ്പോത്തിക്കിരി എന്താ ഔഷധ സസ്യങ്ങളാണല്ലോ ആക്ച്വലി മെഡിസിനൽ പ്ലാന്റ്സിൽ വരുന്നത്. അപ്പം മെഡിസിനൽ പ്ലാന്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്പോത്തിക്കിരി ഗാർഡൻസ് ആയിരിക്കും. അപ്പൊ മെഡിസിൻ അല്ല. നമ്മുടെ സെൻ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ റിസോർട്ടിലൊക്കെ പോവാണെങ്കിൽ എന്താണ്, അതിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് പെബിൾസിന്റെ ഇടക്കൊക്കെ നമ്മൾ ചെറിയ ചെറിയ തൈകളൊക്കെ നമ്മൾ ഈ എന്തായിരുന്നു ബോൺസായി ആയിട്ടൊക്കെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന കാണാറില്ലേ? നമ്മളൊരു റിസോർട്ടിന്റെ ഫ്രണ്ട് ഭാഗം അലങ്കരിച്ചിരിക്കുന്ന രീതി എങ്ങനെയായിരിക്കും, അതാണ് സെൻ ഗാർഡൻസ് പറയുന്നത്. അതിൽ പെബിൾസ് ഉണ്ടാവും, പെബിൾസിന്റെ ഇടക്കൊക്കെ ചെറിയ ചെറിയ, ചിലപ്പം നമ്മുടെ മുറ്റത്ത് പൊടിപ്പിക്കുന്ന പുല്ലൊക്കെ ഇല്ലേ അതുണ്ടാവും, ചെറിയ ബോൺസായി ആയിട്ടുള്ള ഗാർഡൻസ് ഉണ്ടാവും. ഞാൻ ലാസ്റ്റ് ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ, സെൻ ഗാർഡൻസിന്റെ ഫോട്ടോ, അതേപോലെ മിയാവാക്കി ഗാർഡൻസ്, അപ്പോഴത്തേക്ക് ഉദ്യാനങ്ങളൊക്കെ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അങ്ങനെയുള്ള ആ ഒരു എന്താ പറയാ, ഒരു അലങ്കാരത്തിനായിട്ടുള്ള ടൈപ്പ് ഗാർഡൻസ് ആണ് എന്ത്, സെൻ ഗാർഡൻസ് ആയിട്ട് പറയാം. ദെൻ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് അപ്പോത്തിക്കിരി ഗാർഡൻസ്, അതാണെന്ത് മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഗാർഡൻസ്.
ഔഷധ സസ്യങ്ങൾ. ഔഷധ സസ്യങ്ങൾ എന്നാണ് ഔഷധങ്ങളാണ് അല്ലെ. നമ്മൾ മെഡിസിനൽ പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഗാർഡൻസ് യൂസ് ചെയ്യുന്ന ഒരു സസ്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ മെഡിസിനൽ പ്ലാന്റ്സ് ഗ്രോ ചെയ്യിക്കുന്ന ഗാർഡൻസ് തന്നെയാണ് നമ്മൾ അപ്പോത്തിക്കരി ഗാർഡൻസ് എന്ന് പറയുന്നത്. ദെൻ ധമനികളുടെ ഉൾവ്യാസം കുറയുന്നതും കട്ടി കൂടുന്നതും സുപ്രധാന അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതും ഏത് രോഗത്തിന്റെ സവിശേഷതകളാണ്? വാട്ട് ടൈപ്പ് ഓഫ് ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ടീച്ചർ നാരോയിങ് ആൻഡ് ഹാർഡനിങ്? അതായത് ചെറുതായി ടീച്ചർ പോവാ. ടീച്ചർ ഹലോ ടീച്ചർ കേൾ കേൾക്കാൻ അതിരോ പറ്റുന്നില്ലേ? ടീച്ചർ ഒരു മിനിറ്റ്. ഹലോ ഒരാൾ ആരോ മൈക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. ഇന്ദുലേഖ എന്തെങ്കിലും ഹലോ ചോദിക്കുകയാണോ അല്ലെങ്കിൽ? അതെ അതെ ടീച്ചർ, ഞാൻ പുറത്താണ്, അപ്പോൾ എഴുതലൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇതിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, ഇടയ്ക്ക് ഓ, സ്കിപ്പായി പോകും ക്ലാസ്. അതാ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ശരിയാണ്. അപ്പോൾ എനിക്കൊരു ക്ലാസ് സ്കിപ്പായി പോകും ഇടയ്ക്ക്, യാത്രയിലാണ്, പുറത്താണ്. ഓക്കെ ഓക്കെ, അപ്പൊ ശരി, ക്ലാസ്സിന്റെ റെക്കോർഡ് കിട്ടുന്നതായിരിക്കും. സോ എന്താണ് ഈ നാരോയിങ് പ്രോസസ് ആവുന്നതിന് ഏത് രോഗമാണ്? ആസ്മയാണോ, സ്ട്രോക്ക് ആണോ, അതെറോസ്ക്ലീറോസിസ് ആണോ, ഹെമറേജ് ആണോ? അതിരോക്ലീറോസിസ്. അതെറോസ്ക്ലീറോസിസ് ആണ് അല്ലെ. അതെറോസ്ക്ലീറോസിസ് ആണ്. ഇത് നമ്മൾ ഹാർട്ടുമായിട്ട് റിലേറ്റഡ്, നിങ്ങൾ സയൻസിൽ ഹാർട്ടിന്റെ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഡിസീസ് ആണ് എന്ത്? അതെറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞാൽ അല്ലെ. അതായത് രക്തക്കുഴലുകളില് എന്താണ്, നമ്മുടെ ഫാറ്റുകളൊക്കെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് രക്തക്കുഴലിന്റെ ഉൾഭിത്തിയുടെ വ്യാസം കുറയുകയും, അപ്പൊ ബ്ലഡിന് ഹാർട്ടിന് കൂടുതൽ പ്രഷറിൽ എന്ത് ചെയ്യേണ്ടി വരും? ബ്ലഡ് പമ്പ് ചെയ്യേണ്ടി വരും. കാരണം തിക്നെസ് കുറവായതുകൊണ്ട് നല്ല എന്ത് ചെയ്യേണ്ടി വരും? പ്രഷറിൽ പമ്പ് ചെയ്യേണ്ട വരും. അങ്ങനെ ആ ഒരു ഫാറ്റ് അടിഞ്ഞു കൂടി ധമനികളുടെ ഉൾവ്യാസം കുറയുകയും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കട്ടി കൂടുകയും ചെയ്യുന്നുണ്ട് രക്തക്കുഴലുടെ. അപ്പം ആ ഒരു അവസ്ഥയെ നമ്മൾ അതെറോസ്ക്ലീറോസിസ് എന്നാണ് പറയുന്നത്. മെയിൻലി ഫാറ്റിന്റെ ഡെപ്പോസിറ്റ് കൊണ്ടാണ് ഇത് നടക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് എന്തുമായിട്ട് കണക്ട് ചെയ്താൽ മതി. നമ്മുടെ PVC പൈപ്പിന്റെ ഉള്ളിൽ കൂടെ വെള്ളം പോകുന്ന സമയത്ത് ചളിയൊക്കെ എന്ത് ചെയ്യും? അതിന്റെ ഉൾവശത്ത് പറ്റിപ്പിടിച്ച് അതിന്റെ വ്യാസം കുറയും. അതേപോലെയാണ് ഈ രക്തക്കുഴലുകളിൽ ഫാറ്റ് അടിഞ്ഞുകൂടി അതിന്റെ ഉൾവ്യാസം കുറയുകയും കട്ടി കൂടുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് ഹാർട്ടിന് എന്ത് ചെയ്യേണ്ട വരും? കൂടുതൽ പ്രഷറിൽ ബ്ലഡ് പമ്പ് ചെയ്യേണ്ടി വരും. ഈ പ്രഷർ കാരണം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടിച്ചു പോകുന്ന അവസ്ഥയും ഉണ്ടാകാം. നമ്മൾ അറ്റാക്ക് എന്നൊക്കെ പറയാറില്ല. ദെൻ ആസ്മ കോമൺലി നമ്മൾ കണ്ടുവരുന്ന ഒരു ഡിസീസ് ആണ് അല്ലെ. നമ്മുടെ ശ്വാസകോശത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ആണ് ആസ്മ എന്ന് പറയുന്നത് അല്ലെ. ദെൻ വാട്ട് ഈസ് സ്ട്രോക്ക്? എന്താണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാല്? ഞരമ്പ് പൊട്ടുകൾ. എവിടത്തെ ഞരമ്പ് പൊട്ടുന്നതാണോ? തല അല്ലേ? തല തലച്ചോറിന് ആണല്ലേ. തലച്ചോറിനെ ബാധിക്കുന്ന തലച്ചോറിനെ ബാധിക്കുന്ന അസുഖമാണ് അല്ലെ. അതായത് ബ്ലോക്ക്ഡ് ആർട്ടറി ആണ്. അതായത് അവിടെ എന്തെങ്കിലും എന്തുണ്ടാവും? രക്തത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടാവുന്ന സമയത്ത് എന്താണ്, നമുക്ക് തലച്ചോറിൽ ആവശ്യമായിട്ടുള്ള രക്തം എത്താത്ത അവസ്ഥ. രക്തം എത്തിയില്ലെങ്കിൽ നമുക്കറിയാം രക്തത്തിലൂടെയാണ് വാതകങ്ങളുടെ വിനിമയം, അതേപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ബ്രെയിനിൽ രക്തത്തിലൂടെയാണ് അല്ലെ. അപ്പൊ എന്താണ്, ബ്ലഡ് ഫ്ലോ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അല്ലെ. ചിലപ്പം എന്താണ്, പെട്ടെന്ന് തന്നെ ആള് കാലിയായി പോകുന്ന ഒരു അവസ്ഥയും, കാരണം സ്ട്രോക്ക് മൂലമാണ് മരിച്ചത്. അതായത് തലച്ചോറിൽ രക്തം എത്തൂല, കാരണം അതില് രക്തക്കുഴലിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് കാരണം അങ്ങോട്ട് സപ്ലൈ നടക്കൂല. തൽഫലമായിട്ട് രോഗി മരിക്കുന്ന ഒരു അവസ്ഥ. അപ്പം കറക്റ്റ് ആയിട്ട് എവിടെ പറയാം? ബ്ലഡ് വെസലിൽ ഉണ്ടാവുന്ന ഒരു ക്ലോട്ടിംഗ് ആണ് സ്ട്രോക്കിന് കാരണമാവുന്നത്. ചിലപ്പോ എന്ത് ചെയ്യാം, ബ്ലോക്ക് മാത്രല്ല, ഈ പറഞ്ഞതുപോലെ തലച്ചോറിലെ രക്തക്കുഴല് പൊട്ടുന്ന അവസ്ഥയും വരാട്ടോ. നമ്മൾ ഹെമറേജ് ആണ്
എന്ത് രക്തക്കുഴൽ പൊട്ടുന്ന ഒരവസ്ഥയെ പറയാറ്. പക്ഷെ ചിലപ്പം ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ എന്താ ബേസ്റ്റിംഗ് അല്ലെങ്കിൽ ബ്രോക്കൺ അവസ്ഥയും വരാം. അപ്പം തലച്ചോറിൽ രക്തമെത്താത്ത ഒരവസ്ഥ വരും. തൽഫലമായിട്ട് രോഗി മരിക്കുന്നതായിട്ടും കാണാം. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞു എതറോസ്ക്ലീറോസിസ് നമ്മൾ പറഞ്ഞു. ദെൻ വാട്ട് ഈസ് ഹെമറേജ്? തലച്ചോറിനെ ബാധിക്കുന്നതല്ലേ? ഇത് തലച്ചോറിലാണോ? ഇത് നമ്മൾ സ്ട്രോക്ക് ആണ് എന്ത് തലച്ചോറിൽ വരുമ്പോൾ നമ്മൾ പറയുന്നത് കേട്ടോ. തലച്ചോറിലെ രക്തക്കുഴൽ പൊട്ടുക അല്ലെങ്കിൽ തലച്ചോറിന്റെ ഉള്ളിലെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവുന്ന അവസ്ഥ, അത് സ്ട്രോക്ക് ആണ്. ഹെമറേജ് എന്ന് പറയുമ്പോൾ അത് എവിടെയും ആവാം. അതായത് ബ്ലഡ് വെസൽ, നമ്മുടെ ഉള്ളിലുള്ള ബ്ലഡ് വെസൽ എവിടെയും പൊട്ടുന്നതിന് നമ്മളിനി ബ്രെയിനിലായാലും കുഴപ്പമില്ല, ഒരു ബ്ലഡ് വെസൽ പൊട്ടിയിട്ട് രക്തം പുറത്തേക്ക് പോകുന്ന അവസ്ഥ, അതാണ് ഹെമറേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ സയൻസ് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും. അതൊന്നുകൂടെ എന്ത് ചെയ്യാം, റീകോൾ ചെയ്യാം. കാരണം ഓരോരോ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ നമുക്ക് മനസ്സിലാവും. അപ്പം എന്താണ്, ഹാർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അടുത്തത്, ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് ദീർഘനേരം നോക്കുന്നത് കണ്ണിന് ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉണ്ടാക്കാം. ഈ അവസ്ഥ പൊതുവായി അറിയപ്പെടുന്ന പേര് വെള്ളെഴുത്ത്. ഓപ്ഷൻ എ വെള്ളെഴുത്ത്, ഓപ്ഷൻ ബി ഗ്ലൂക്കോമ, ഓപ്ഷൻ സി കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം, ഓപ്ഷൻ ഡി വിഷമദൃഷ്ടി. ഇതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, പറയാം അല്ലെ. ഓപ്ഷൻ സി. ഓപ്ഷൻ ഡിജിറ്റൽ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് എന്താണ് അറിയാലേ. പലപ്പോഴും നമ്മളോട് കുട്ടികള് കേട്ടിട്ട് കാറ്റഗറി 1 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മള് 5, 6, 7 ക്ലാസ്സുകളിലെ ബുക്ക് മാത്രം റെഫർ ചെയ്താൽ പോരെ, അങ്ങോട്ടേക്ക് നമ്മൾ പോവേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ജനറലി നമ്മൾ കേട്ട് വരുന്നതാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് 10ാം ക്ലാസ്സിലെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ്. ഇത് നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നത്. അപ്പം SCERT എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാവും. ഈ എതറോസ്ക്ലീറോസിസ്, ഹാർട്ടിന്റെ ഫങ്ഷനിങ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. അടുത്ത കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. അപ്പം ഇവിടെ കറക്റ്റ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ആണ് അല്ലെ. ദെൻ വാട്ട് ഈസ് വെള്ളെഴുത്ത് ഓർ വെള്ളെഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തിമിരത്തിന്റെ അതിൽ വരുന്നതല്ലേ, എന്താണ്? പ്രസ്ബയോപ്പിയ, തിമിരം, തിമിരം അല്ലെ. അതായത് ലെൻസിന്റെ അതാര്യമായി തീരെ ലെൻസ് അതാര്യമായിട്ട് ആയി പോകുന്ന ഒരു അവസ്ഥയാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത് അല്ലെ. ഇംഗ്ലീഷില് പ്രസ്ബയോപ്പിയ എന്ന് പറയും. അതായത് പ്രായം കൂടുന്നതിനനുസരിച്ച് ലെൻസ് നമ്മൾ സുതാര്യമായിരിക്കണം അല്ലെ, ലൈറ്റ് കടത്തി വിടണം അല്ലെ കണ്ണിലേക്ക്. ലെൻസിലൂടെ എന്ത് ചെയ്യണം, റെറ്റിനയിലേക്ക് ലൈറ്റ് എത്തണം. അപ്പൊ ലെൻസ് എന്ന് പറയുന്നത് സുതാര്യമായിട്ടുള്ള വസ്തുവാണ്. അത് അതാര്യമായി പോണ അവസ്ഥയാണ് എന്ത്, പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അടുത്തത് എന്താണ്? ഗ്ലൂക്കോമ അല്ലെ. ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിലെ പ്രഷർ അതായത് കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ഒരു ദ്രാവകം ഭാഗമുണ്ട് കണ്ണിൽ അല്ലെ. അക്വസ് ദ്രവം, വിട്രിയസ് ദ്രവം എന്നൊക്കെ പറയുന്ന ആ 2 ദ്രവങ്ങളുണ്ട്. ഒന്ന് കണ്ണിന്റെ ഘടന നിലനിർത്തുന്നതാണ്. പക്ഷേ അക്വസ് ദ്രവം എന്താണ്? കണ്ണിലെ കലകൾക്ക് പോഷണം നൽകലാണ് ആരുടെ ഫങ്ഷൻ? അക്വസ് ദ്രവത്തിന്റെ ഫങ്ഷൻ. ഈ അക്വസ് ദ്രവം എങ്ങോട്ടേക്ക് തന്നെ പുനരാകിരണം ചെയ്യണം? കണ്ണിലേക്ക് തന്നെ എന്ത് ചെയ്യണം? ഈ അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിലുള്ള മർദ്ദം കൂടും. ആ സമയത്ത് എന്ത് ചെയ്യും? റെറ്റിനയ്ക്കും അതേപോലെ കണ്ണിൽ എന്തുണ്ടാവും? പ്രകാശം ആകിരണം ചെയ്യുന്ന കോശങ്ങൾ ഉണ്ടാവും അല്ലെ. അവയ്ക്കൊക്കെ എന്ത് ചെയ്യും?
നാശം സംഭവിക്കും. അതായത് കണ്ണിലെ മർദ്ദം കൂടുമ്പോൾ കണ്ണിലെ നേത്രനാഡികൾക്ക് എന്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും, അപ്പം അവിടെ നേത്രനാഡി എന്ന് പറഞ്ഞാൽ കണ്ണിൽ പ്രകാശം പതിച്ച് അത് ബ്രെയിനിൽ എത്തണം അല്ലെ. അപ്പൊ ഈ ബ്രെയിനിൽ എത്തണമെങ്കിൽ ആരാവശ്യമുണ്ട്? ഈ നേത്രനാഡികളുടെ ആവശ്യമുണ്ട്. അപ്പം ഇത് നേത്രനാഡികൾ നശിക്കുന്നത് മൂലം നമ്മൾ കാണുന്ന വസ്തുക്കൾ എങ്ങോട്ട് എത്തൂല? ബ്രെയിനിലേക്ക് എത്തൂല. അപ്പം ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ബ്ലൈൻഡ്നെസ്സിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു അസുഖവും കൂടിയാണ് ഇത് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലൂക്കോമ റിലേറ്റഡ് ടു അക്വസ് ഫ്ലൂയിഡ്, അക്വസ് ഫ്ലൂയിഡായിട്ട് ബന്ധപ്പെട്ടതാണ്. അക്വസ് ഫ്ലൂയിഡിന്റെ ആഗിരണം നടക്കാതെ വരുമ്പോൾ കണ്ണിൽ അത് പ്രഷർ ചെലുത്തും. അത് അവിടെ തന്നെ നിറഞ്ഞു നിന്ന് അവിടെ പ്രഷർ ചെലുത്തുകയും അത് നേത്രനാഡികൾക്ക് തകരാറുണ്ടാക്കുകയും ചെയ്യും. തൽഫലമായിട്ട് നമ്മൾ കാണുന്ന വസ്തുക്കളുടെ ഇമേജ് ഫോം ചെയ്യുന്നതിൽ ഇമേജ് ഫോർമേഷൻ നടക്കാതെ വരികയും ഇത് പൂർണ്ണമായിട്ടുള്ളൊരു അന്ധതയിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. ദെൻ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം നമ്മൾ പറഞ്ഞു. ദെൻ വാട്ട് ഈസ് വിഷമദൃഷ്ടി, അസ്റ്റിഗ്മാറ്റിസം? ദൂരക്കാഴ്ച അതല്ലേ? അസ്റ്റിഗ്മാറ്റിസം ആണോ? അത് ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും ആണോ? ദൂരക്കാഴ്ച അത് വർണ്ണാന്തതയല്ലേ? അതായത് നമ്മളെ കണ്ണില് നമ്മൾ പ്രകാശം കണ്ണിലേക്ക് വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് റെറ്റിനയിൽ അത് പതിയുന്നുണ്ട് അല്ലെ. അപ്പൊ ചിലർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കണ്ണിലെ റെറ്റിനയിലേക്ക് പ്രകാശത്തെ കറക്റ്റ് ആയിട്ട് കേന്ദ്രീകരിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു പ്രശ്നത്തെയാണ് നമ്മൾ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറ്റാമെന്നൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. അതായത് കണ്ണിലെ പ്രകാശത്തെ കൃത്യമായിട്ട് നമുക്ക് റെറ്റിനയിലേക്ക് പതിപ്പിക്കാൻ കഴിയാത്തൊരു അസുഖത്തെയാണ് നമ്മൾ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയാം. അസ്റ്റിഗ്മാറ്റിസം ഇല്ലാതാക്കാൻ നമുക്ക് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിക്കാം. പിന്നെ ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും ഉണ്ട് അല്ലെ. ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാല് അടുത്തുള്ള കാഴ്ച. എന്തായിരുന്നു മലയാളം? ക്ലിയർ ആവണില്ല. ക്ലിയർ കുറവുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? ക്ലിയർ കുറവുണ്ട്. ഇപ്പോഴോ? ഇപ്പോഴും കുറവുണ്ടോ? ഓക്കെയാണ്. അപ്പൊ ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? അടുത്തുള്ള വസ്തുക്കളെ കാണാൻ പറ്റും, ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റില്ല. ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? ദീർഘദൃഷ്ടി. ദൂരെയുള്ളതിനെ കാണാൻ പറ്റും, അടുത്തുള്ളതിനെ കാണാൻ പറ്റില്ല. അങ്ങനെ പേരിൽ തന്നെ എന്തുണ്ട്? കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും ഉണ്ട്. നമ്മൾക്ക് കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഉപയോഗിച്ചിട്ട് ഹ്രസ്വദൃഷ്ടിയെയും ദീർഘദൃഷ്ടി, ലോങ് സൈറ്റ് ഷോർട്ട് സൈറ്റ് പരിഹാരം കാണാവുന്നതാണ്. അസ്റ്റിഗ്മാറ്റിസം സിലിണ്ടറിക്കൽ ലെൻസ് ആണ് കേട്ടോ. അപ്പൊ വെള്ളെഴുത്ത് തിമിരം എന്ന് പറയും. ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അകാര്യമായിട്ട് പോകുന്നത്. ഗ്ലൂക്കോമ എന്ന് പറയുമ്പം കണ്ണിലെ അക്വസ് ഫ്ലൂയിഡിന്റെ പ്രഷർ കാരണം നേത്രനാഡികൾക്ക് ഉണ്ടാകുന്ന നാശമാണ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഡിജിറ്റൽ സ്ക്രീൻ ആണ്. വിഷമദൃഷ്ടി അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ കണ്ണിൽ വരുന്ന പ്രകാശത്തെ റെറ്റിനയിൽ കറക്റ്റ് പതിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. അതൊന്നുകൂടെ എന്ത് ചെയ്യാം? റിവൈസ് ചെയ്യാം. റിവിഷൻ നോട്ടിൽ ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ്? ഹാർട്ട് പഠിച്ചു, കണ്ണ് പഠിച്ചു. ആ കണ്ണ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കണ്ണ് മാത്രം പഠിച്ചാൽ പോരാ. ഈ ചെവിയുമായി ബന്ധപ്പെട്ടത്, പിന്നെ സ്കിന്ന്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലെ മൂക്ക്, നാക്ക്, അല്ല സോറി, എന്തൊക്കെയാണ്? കണ്ണ് പഠിക്കണം, ചെവി പഠിക്കണം, സ്കിന്ന് പഠിക്കണം. പിന്നെ ഏതൊക്കെയായിരുന്നു? 5 കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. അതെ, കണ്ണ്, മൂക്ക്. ഓ, ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിനൊന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു, പറഞ്ഞുതരുമോ? ഈ ക്വസ്റ്റ്യൻ പേപ്പറിലതാണോ? അല്ല, വേറെ ഞാൻ ക്വസ്റ്റ്യൻ അധികം ഓപ്ഷനും ഉണ്ട്. ഏതെന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞുതരുമോ? ഓക്കെ, നമുക്കിത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതി, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ട് എനിക്ക് അയച്ചാൽ മതിയായിരുന്നു. നമുക്ക്
നോക്കിയിട്ട് പറയായിരുന്നു. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ആ ആ ഓക്കെ. അടുത്തത്, വിദ്യാർത്ഥികളിൽ പാരിസ്ഥിതിക മൂല്യങ്ങൾ വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ ഏറ്റവും ഫലപ്രദമായ അധ്യാപന രീതി ഏതാണ്? ഓപ്ഷൻ എ പ്രഭാഷണ രീതി ഓർ ലെക്ചർ മെത്തേഡ്, ഓപ്ഷൻ ബി ആശയ ചിത്രീകരണം കോൺസെപ്റ്റ് മാപ്പ്, ഓപ്ഷൻ സി ബഹുവികൽപ്പ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി ഫീൽഡ് സന്ദർശനങ്ങളും വാതിൽപ്പുറ പ്രവർത്തനങ്ങളും. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പൊ നോർത്ത് വെക്കണം, പാരിസ്ഥിതിക മൂല്യങ്ങളാണ്. അപ്പൊ നമുക്ക് ചില ഓപ്ഷൻസ് എന്ത് ചെയ്യാ, കണ്ണും പൂട്ടി ഡിലീറ്റ് ചെയ്യാം അല്ലെ. പ്രഭാഷണം, പാരിസ്ഥിതിക മൂല്യങ്ങൾ പറയണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ പ്രഭാഷണ രീതി എത്രത്തോളം എഫക്റ്റീവ് ആവും? അധിക രീതിയിൽ എഫക്റ്റീവ് എന്ന് നമുക്കറിയാം അല്ലെ. കാരണം അയാൾ പറഞ്ഞാൽ അത് എത്രത്തോളം എഫക്റ്റ്, ഒരു ക്ലാസ് മുറിയിൽ ഇരുത്തിക്കൊണ്ട് പരിസരം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ചിലപ്പം കേൾക്കാത്ത കുട്ടികൾ പോലും ഉണ്ടാവാം. അപ്പൊ ലെക്ചറിങ് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. പിന്നെ കോൺസെപ്റ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ ഹാർട്ടിന്റെ ഒക്കെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് അല്ലെ, ഒരു ചിത്രം പോലെ പഠിക്കല്. പക്ഷെ പാരിസ്ഥിതിക മൂല്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, കോൺസെപ്റ്റ് മാപ്പ് ഒന്നും അത്രത്തോളം എഫക്റ്റീവ് ആവില്ല അല്ലെ. ദെൻ ബഹുവികൽപ്പ ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ്, ഒരു പരീക്ഷ നടത്തിയിട്ട് കാര്യമുണ്ടോ? അപ്പം ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ ഡി മാത്രമേ വരുള്ളൂ അല്ലെ, ഫീൽഡ് സന്ദർശനങ്ങളും വാതിൽപ്പുറ പ്രവർത്തനങ്ങളും. ദെൻ അടുത്തത്, നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, EVS നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒന്നാണ് സോയിൽ അല്ലെ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം ഏത് തരം മണ്ണാണ് ജൈവ പദാർത്ഥങ്ങളാൽ സമ്പന്നവും ഇരുണ്ട നിറവും ഉയർന്ന ഫലഭൂഷ്ഠതയും ഉള്ളത്? ഓപ്ഷൻ എ കളിമണ്ണ്, ഓപ്ഷൻ ബി മണൽ, ഓപ്ഷൻ സി പശ്ചിമരാശി മണ്ണ്, ഓപ്ഷൻ ഡി പീറ്റ് മണ്ണ്. ഇതിലേതാണ് ജൈവാംശം കൂടുതലുള്ള മണ്ണ്? പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണാണോ, ക്ലേ ആണോ? പീറ്റ് മണ്ണാണ് അല്ലെ. ഓപ്ഷൻ ഡി പീറ്റ് മണ്ണാണ് നമ്മുടെ ഫലഭൂഷ്ഠത ഏറ്റവും കൂടുതലുള്ളതായിട്ട് പറയുന്നത് അല്ലെ. അപ്പൊ മണ്ണിനെ കുറിച്ച് പല ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ദെൻ മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ശാസ്ത്രശാഖ അറിയപ്പെടുന്ന പേര് പെഡോളജി അല്ലെ, പെഡോളജി ആണ് അല്ലെ. ദെൻ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും? എക്കൽ മണ്ണ്. എക്കൽ മണ്ണ്. എക്കൽ മണ്ണ് അലുവിയൽ സോയിൽ ആണ് അല്ലെ. എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലുവിയൽ സോയിൽ ആണ് ഇന്ത്യയിൽ. ദെൻ കമോൺ ടു കേരള, ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് അല്ലെ. ലാറ്ററൈറ്റ് മണ്ണാണ്. ദെൻ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. കറുത്ത മണ്ണ്. കറുത്ത മണ്ണ്. എക്കൽ മണ്ണാണോ? പരുത്തി കൃഷി കറുത്ത മണ്ണാണ് അല്ലെ, ബ്ലാക്ക് സോയിൽ ആണ് അല്ലെ. ദെൻ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണ്. ഒക്കെ PYQs ആണ്. ഉപദ്വീപീയ പീഠഭൂമി, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ആന്ധ്ര തെലങ്കാന ഒക്കെ വരുന്ന ആ ഒരു ഭാഗം ചെമ്മണ്ണ്. ചെമ്മണ്ണാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും കാണപ്പെടുന്നത് ചെമ്മണ്ണാണ്. കറുത്ത മണ്ണിന് സെക്കൻഡ് പ്ലേസ് ആണുള്ളത് കേട്ടോ. എല്ലാവരും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്, കറുത്ത മണ്ണ് വിചാരിക്കും, പക്ഷെ കറുത്ത മണ്ണല്ല, കറുത്ത മണ്ണിന് 2ാം സ്ഥാനമാണ് ഉള്ളത്. ദെൻ മരുഭൂമി മണ്ണ് എവിടെയായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്? മണലല്ലേ? ഏത് സംസ്ഥാനത്തായിരിക്കും ഏറ്റവും കൂടുതൽ മരുഭൂമി കാണപ്പെടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാ? രാജസ്ഥാനാണ്. സോ മരുഭൂമി മണ്ണും എവിടെയായിരിക്കും? അങ്ങനെ കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ഉണ്ടാവും കേട്ടോ. രാജസ്ഥാനാണ് അല്ലെ. ഇനി ഏറ്റവും ജൈവാംശം കുറഞ്ഞത് ഏതായിരിക്കും? ഇവിടെ കൂടിയതല്ലേ ചോദിച്ചത്, അപ്പൊ ഇനി അടുത്ത ചിലപ്പോ കുറഞ്ഞതൊക്കെ ചോദിക്കാം. കുറഞ്ഞത് ഏതാണ്? കളിമണ്ണ്.
മരുഭൂമിയിലാണ്. പർവ്വത മണ്ണാണ് കേട്ടോ, പർവ്വത മണ്ണാണ് കേട്ടോ, പർവ്വത മണ്ണ്. അപ്പൊ ഇത് മണ്ണിനെ കുറിച്ചുള്ള ഇനിയിപ്പം ഓരോ മണ്ണും അതിന്റെ കുറെ പ്രത്യേകതകളുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് പീറ്റ് മണ്ണിന്റെ പ്രത്യേകതകളാണ്. പീറ്റ് മണ്ണ് എന്ന് പറഞ്ഞാൽ മഴയും ഉയർന്ന മഴയും കൂടുതൽ ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും കാണുന്നത്. പിന്നെ ഈ കണ്ടൽ കാടുകളൊക്കെ കാണപ്പെടുന്നത് ഈ ഒരു മണ്ണിലാണ് കേട്ടോ. ഈ ഒരു പീറ്റ് സോയിലാണ് കണ്ടൽ കാടുകളൊക്കെ കാണപ്പെടുന്നത്. അതേപോലെ 40 to 50% വരെ ജൈവ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മണ്ണിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജൈവ പദാർത്ഥങ്ങളാൽ സമ്പന്നം എന്ന് പറയുന്നത് കേട്ടോ. ഇനി കറുത്ത മണ്ണിന്റെ കുറച്ച് പ്രത്യേകതകൾ ഒന്ന് പറഞ്ഞേ. കറുത്ത മണ്ണ് ചില പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിലിൽ വേറൊരു പേരും കൂടെ ഉണ്ട്. റിഗർ സോയിൽ. അതെ അതെ, റിഗർ സോയിൽ എന്നറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ് അല്ലെ. കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. ഡെക്കാൻ പീഠഭൂമി ഭാഗത്താണ് കാണപ്പെടുന്നത്. പിന്നെ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സോയിലിന് കൂടുതൽ കാലം എന്ത് ചെയ്യേണ്ടത്, ഈർപ്പം അല്ലെങ്കിൽ ജലാംശത്തിനെയാണ് കൂടുതൽ സമയത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ കാലം നിലനിർത്താനുള്ള കഴിവുണ്ട് കേട്ടോ. നിങ്ങള് ജിയോഗ്രഫിയിലെ മണ്ണിന്റെ ക്ലാസ് കണ്ടായിരുന്നോ? സോയിൽ എടുക്കുന്ന സമയത്ത് കാറ്റഗറി 1കാരോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ക്ലാസ് കിട്ടിയോ? കണ്ടില്ല മാം. ഓക്കെ, അപ്പൊ പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇതുവരെ പഠിച്ചില്ലെങ്കിൽ ഒന്ന് പഠിക്കണം. ഇതിന്റെ ചെറിയൊരു എന്താ പറയാ ഷോർട്ട് പോയിന്റ്സ് ഉൾപ്പെടുന്ന ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇൻ കേസ് എന്നോട് മറന്നു വെക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ പേഴ്സണലി ഓർമ്മിപ്പിക്കണേ. ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് വേറെ ജോലിയിലേക്ക് പോകും, അതുകൊണ്ടാണ് മറന്നു പോകുന്നത്. സോ ഒന്ന് എന്നെ പേഴ്സണലി അറിയിക്കണേ. കാരണം എക്സാമിങ് എത്തിപ്പോയി നമുക്കിനി കാത്തു നിൽക്കാൻ സമയമില്ല. സോ ഈ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് 6-7 തരം മണ്ണുകളുണ്ട്. ആ മണ്ണിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് എക്സാമിനേക്ക് അത് മതിയാവും കേട്ടോ. അടുത്തത്, നിലവിലുള്ള ശാസ്ത്രീയ അറിവുകളെയും ആശയങ്ങളെയും ചോദ്യം ചെയ്യാനും പര്യവേഷണം ചെയ്യാനും വെല്ലുവിളിക്കുവാനുമുള്ള കഴിവ് വികസിപ്പിക്കുന്നതിന് പ്രാപ്തിയുണ്ടാക്കുന്ന സയൻസ് പഠന ലക്ഷ്യമാണ് ഓപ്ഷൻ എ ശാസ്ത്രീയ സർഗാത്മകത, ഓപ്ഷൻ ബി നിരീക്ഷണം, ഓപ്ഷൻ സി വൈജ്ഞാനിക വികാസം, ഓപ്ഷൻ ഡി ശാസ്ത്രീയ മനോഭാവം. ഇതിൽ പലതും ഓപ്ഷൻ തികക്കാൻ വേണ്ടി തന്നിട്ടുള്ള ഓപ്ഷനാണ്. അപ്പൊ നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. ശാസ്ത്രീയ മനോഭാവം. ശാസ്ത്രീയ മനോഭാവമാണ് വരും അല്ലെ. അതായത് ശാസ്ത്രീയ അറിവുകളെ, അതായത് കോൺസെപ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാനും അത് ചാലഞ്ച് ചെയ്യാനും ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നോക്കാനൊക്കെ നമ്മൾ ഒരു ശാസ്ത്രീയ മനോഭാവം അല്ലെ സയന്റിഫിക് ആറ്റിറ്റ്യൂഡാണ് ആവശ്യം അല്ലെ. ദെൻ അടുത്തത് മിക്കവാറും ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് ഇത്. കേട്ടിട്ട് തുടങ്ങി അന്ന് മുതലേ നമ്മുടെ കൂടെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രകാശ സംശ്ലേഷണത്തിൽ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ജലതന്മാത്രകളുടെ വിഘടനം, ഓപ്ഷൻ ബി കാർബൺ സ്ഥിരീകരണ പ്രക്രിയ, ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡിന്റെ നിരോക്സീകരണം, ഓപ്ഷൻ ഡി ഗ്ലൂക്കോസിന്റെ ഓക്സീകരണം. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ. ജലതന്മാത്രകളുടെ വിഘടനമാണ് അല്ലെ. ജലതന്മാത്രകളുടെ വിഘടനമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന വാതകം ഏതായിരുന്നു? ഫോട്ടോസിന്തസിസിനായിട്ട് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ത്. പിന്നെ ഈ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ഒരു സൈക്കിൾ ഉണ്ട്, കാൽവിൻ സൈക്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാൽവിൻ സൈക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഓർക്കുക കേട്ടോ. മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പ്രകാശ സംശ്ലേഷണത്തെ വിവിധ ഘട്ടങ്ങൾ എന്തോ ഒരു സൈക്കിൾ ഫോമിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് മാത്രം മനസ്സിലാക്കി വെക്കുക.
ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ കേട്ടോ. മെൽവിൻ കാൽവിൻ എന്നുള്ള ഒരു പേര് മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ അടുത്തത് പരിസര പഠനത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? പരീക്ഷണങ്ങൾക്ക് പകരം സിമുലേഷനുകൾ നൽകുക, വിദ്യാർത്ഥികളുടെ സജീവ പരിവേഷണവും അന്വേഷണവും പ്രോത്സാഹിപ്പിക്കുക, അധ്യാപക കേന്ദ്രീകൃത നിർദ്ദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, വസ്തുതകൾ അംഗീകരിക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക. ഒക്കെ ലോജിക്കലാണ് അല്ലെ? ഏതേ വരുള്ളൂ? ഓപ്ഷൻ ബി അല്ലേ വരുള്ളൂ. അന്വേഷണാത്മക പഠനം എന്ന് പറഞ്ഞാൽ അതെന്താണ്? വിദ്യാർത്ഥികളുടെ സജീവ പരിവേഷണം, എക്സ്പ്ലോറേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശ്യം എന്ന് പറയുന്നത് അല്ലെ. ദെൻ അടുത്തത് സയൻസ് പ്രോജക്റ്റുകളുടെയോ റിപ്പോർട്ടുകളുടെയോ മൂല്യനിർണയത്തിൽ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യട്ടോ ഷംന. സയൻസ് പ്രോജക്റ്റുകളുടെയോ റിപ്പോർട്ടുകളുടെയോ മൂല്യനിർണയത്തിൽ റൂബ്രിക്സ് ഉപയോഗിക്കുന്നതിന്റെ പ്രാഥമിക നേട്ടം എന്താണ്? മൂല്യനിർണയ പ്രക്രിയ വേഗത്തിലാക്കുക, രേഖാമൂലമുള്ള ഫീഡ്ബാക്കിന്റെ ആവശ്യകത ഇല്ലാതാക്കുന്നു, മൂല്യനിർണയത്തിലെ ആത്മനിഷ്ഠത സബ്ജക്ടിവിറ്റി കുറയ്ക്കുന്നു, വിദ്യാർത്ഥികളിലെ സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിൽ നിങ്ങൾ റൂബ്രിക്സിന്റെ നേട്ടങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾ പ്രാഥമികം പ്രൈമറി എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രൈമറി ആകുമ്പോൾ നിങ്ങൾ അതേ രൂപത്തിൽ എന്ത് ചെയ്യണം, ആലോചിക്കണം. റൂബ്രിക്സ് എന്താ മാം? റൂബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആ റിപ്പോർട്ട് നമ്മൾ കുട്ടികളിൽ അതെന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യുമല്ലോ. അപ്പം ആ ഇവാലുവേഷന് പ്രൊജക്ട് റിപ്പോർട്ട് ഓവറോൾ അതിന്റെ ഡിസൈൻ എങ്ങനെയുണ്ട്, കോണ്ടന്റിന്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ എന്താ പറയാ സ്കെയിലാക്കും. അതിന് ഓരോരോ ഘട്ടം ഘട്ടം ഇത് നിരീക്ഷിക്കാൻ. ഡിസൈനിങ്ങിന് 5 മാർക്ക്, കോണ്ടന്റിന് 5 മാർക്ക്, അങ്ങനെ ഓരോരോ കാറ്റഗറി ആയിട്ട് മാറ്റുന്നത്. അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പ്രത്യേകം മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക. അതിനാണ് നമ്മൾ റൂബ്രിക്സ് എന്ന് പറയാം. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റോ കാര്യങ്ങളോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ കുറച്ച് മാനദണ്ഡങ്ങൾ വെക്കും. ആ മാനദണ്ഡങ്ങൾ എങ്ങനെയായിരിക്കാം? അതിലെ കണ്ടന്റിന്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട്, അതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൽ എത്രത്തോളം എന്തുണ്ട് കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്, അങ്ങനെ ഓരോരോ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഈ മാനദണ്ഡങ്ങളെയാണ് നമ്മൾ റൂബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സബ്ജക്ടിവിറ്റി നമുക്ക് കുറക്കാൻ പറ്റും. പ്രൈമറി നേട്ടം എന്ന് പറഞ്ഞാൽ അത് നോക്കുന്ന ആളുടെ ഇൻഫ്ലുവൻസ് കുറക്കാൻ പറ്റും. അതാണ് സബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. മൂല്യനിർണയത്തിലെ സബ്ജക്ടിവിറ്റി അല്ലെങ്കിൽ ആത്മനിഷ്ഠത കുറയ്ക്കുക എന്നതാണ് റൂബ്രിക്സിന്റെ പ്രൈമറി നേട്ടം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഒരു കുറച്ച് റെയർ ക്വസ്റ്റ്യൻ ആണ്. സങ്കീർണമായ ഖാനങ്ങൾ, ദീർഘദൂര ദേശാടനം, ഇണചേരലിനായി ചെറു ചൂടുവെള്ളത്തിലേക്കുള്ള വാർഷിക യാത്ര എന്നിവയ്ക്ക് പേരുകേട്ട സമുദ്ര സസ്തനി ഏതാണ്? ബെലുഗ തിമിംഗലം, ബോട്ടിൽ നോസ് ഡോൾഫിൻ, ഹബ്ബാക് തിമിംഗലം, വാൽറസ്. ചിലർ കേട്ടിട്ടുണ്ട് ഹബ്ബാക് തിമിംഗലമാണ് അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്തത് ഫാക്ടറികളിൽ നിന്നും വൈദ്യുത നിലയങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന പ്രക്രിയ ഏതാണ്? കാർബൺ ഓഫ്സെറ്റിംഗ്, കാർബൺ സിക്വസ്ട്രേഷൻ, കാർബൺ ഡേറ്റിംഗ്, കാർബൺ പ്രൈസിംഗ്. ഇതിൽ ഒന്നിനെ നമുക്ക് കണ്ണും പൂട്ടി ഡിലീറ്റ് ചെയ്യാം അല്ലെ. ഏതാണ് ആൻസർ ബി, കാർബൺ. ഓപ്ഷൻ ബി ആണോ സി ആണോ? ബി. സോറി, ഓപ്ഷൻ സി ബി. നമുക്ക് കണ്ണും പൂട്ടി ഒഴിവാക്കാം അല്ലെ. കാർബൺ ഡേറ്റിംഗ് ഇതുമായിട്ട് കാർബൺ ഡൈ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ അത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പുറന്തള്ളലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല അല്ലെ. കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ പുരാതന വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. ദെൻ കാർബൺ സിക്വസ്ട്രേഷൻ ആണ് അല്ലെ. ദെൻ വാട്ട് ഈസ് കാർബൺ ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞാല്?
ഇതൊക്കെ എന്താണ് GHC ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അല്ലെങ്കിൽ എമിഷനുമായിട്ട് ബന്ധപ്പെട്ട കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് അല്ലെ. ഇതെന്താണ് ഓഫ്സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമിഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഓഫ്സെറ്റിംഗ് എന്ന് പറയുന്നത്. സീക്വസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് പിടിച്ചെടുക്കുകയും ചെയ്യും. ഇതെന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുമ്പോൾ ഈ ഒരു മെഷീൻ എന്ത് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് പിടിച്ചെടുക്കുകയും അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. തൽഫലമായിട്ട് നമുക്ക് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറക്കാൻ പറ്റും. കാർബൺ പ്രൈസിംഗ് എന്ന് പറഞ്ഞാലും എന്താണ്, ഒരു ടൈപ്പില് കാർബൺ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രോസസ്സ് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ്, പിടിച്ചെടുക്കുകയും സിക്വസ്ട്രേഷനിൽ ആ ഒരു മെഷീനെ പിടിച്ചെടുക്കുകയും ചെയ്യും, അതേപോലെ സംഭരിക്കുകയും ചെയ്യും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 73. ഭൂമി ഏത് ദിശയിലാണ് ഭ്രമണം ചെയ്യുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കാർബൺ സീക്വസ്ട്രേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 73. ഭൂമി ഏത് ദിശയിലാണ് ഭ്രമണം ചെയ്യുന്നത്? ഏതാണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ് അല്ലെ. സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണെങ്കിലും സൂര്യന്റെ ഭ്രമണം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെങ്കിൽ പലരും തെറ്റിക്കുന്ന ക്വസ്റ്റ്യനും ആണ്. അപ്പം ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ് കേട്ടോ. ഭ്രമണം എന്ന് പറഞ്ഞാൽ സ്വയം കറങ്ങുന്നതായിരുന്നു അല്ലെങ്കിൽ സൂര്യനെ ചുറ്റുന്നതായിരുന്നോ? സ്വയം കറങ്ങുന്നത്. സ്വയം കറങ്ങുന്നത് അല്ലെ. നമ്മുടെ രാത്രിയും പകലും അനുഭവപ്പെടുന്ന സൂര്യന്റെ ഭ്രമണമാണെന്ത്? സ്വയം കറങ്ങുന്നതിനാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത് അല്ലെ. സോ ഇറ്റ്സ് ഫ്രം പടിഞ്ഞാറ് ടു കിഴക്കോട്ടാണ്, ഓർ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് സൂര്യന്റെ ഭ്രമണ ഡയറക്ഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ വരുന്നത്. ദെൻ അടുത്തത് 74ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പ്രകാശരശ്മി വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ അത് ജലത്തിന്റെ ഉപരിതലത്തിൽ വെച്ച് വളയുന്നതായി തോന്നും. പ്രകാശത്തിന്റെ ഈ വളവിന് കാരണം നമ്മൾ വെരി ഇമ്പോർട്ടന്റ് ആണ്, സമയത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഒരു വളയുന്നതിന്റെ കാരണം? ഓപ്ഷൻ സി അപവർത്തനമാണ് അല്ലെ. അപവർത്തനം. അപ്പൊ എന്തായിരുന്നു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല്? സോറി, റിഫ്ലക്ഷൻ പ്രതിഫലനം. അപവർത്തനമല്ല, പ്രതിഫലനം. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു പോകുന്നതിനാണ് നമ്മൾ പ്രതിഫലനം എന്ന് പറയുന്നത് അല്ലെ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും അല്ലെങ്കിൽ പതന കോണും പ്രതിപതന കോണൊക്കെ തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രകാശം ഒരു സ്ട്രെയിറ്റ് ലൈന് പോലെ സഞ്ചരിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് ലൈറ്റിന്റെ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ അപവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന് സംഭവിക്കുന്ന വളവിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. മിക്കപ്പോഴും ഒന്നുകിൽ അപവർത്തനം, പ്രകീർണനം അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. പ്രകീർണനം, ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തിന് സംഭവിക്കുന്ന എന്താണ്? ചിന്നിച്ചിതർ അല്ലെ. ചിന്നിച്ചിതറി പോകുന്നതിനെയാണ് പ്രകീർണനം എന്ന് പറയുന്നത്. പ്രകീർണനത്തിന്റെ ലൈറ്റിന്റെ പ്രകീർണനം വഴി ഉണ്ടാകുന്ന പ്രതിഭാസത്തിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിരുന്നു മഴവില്ല് അല്ലെ. ഓക്കെ. പിന്നെ പ്രിസത്തിലൂടെ ലൈറ്റ് പോകുമ്പോഴും എന്താവും? ഡിസ്പേഴ്സ് ആവും കേട്ടോ. ഗോപിക ക്ലാസ്സിൽ ചോദിച്ചതാണ്. ഓ, എന്താണ്? ആകാശത്തിന് നീല നിറത്തിന് കാരണം എന്തുവാ? സ്കാറ്ററിംഗ് ആണല്ലേ. അത് സ്കാറ്ററിംഗ് ആണ്, വിസരണമാണ്. വിസരണമാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം. അതായത് വേവ് ലെങ്ത് കുറഞ്ഞിട്ടുള്ള, തരംഗ ദൈർഘ്യം കുറഞ്ഞിട്ടുള്ള നിറങ്ങളൊക്കെ എന്ത് ചെയ്യും? പെട്ടെന്ന് സ്കാറ്റേർഡ് ആയി പോവും. വേവ് ലെങ്ത് കുറഞ്ഞതാണ് നീലയൊക്കെ. അപ്പൊ അതെന്താവും? ആകാശത്തിൽ സ്പ്രെഡ് ആയിട്ട് നമ്മൾ കാണും. അപ്പം സ്കാറ്ററിംഗ് ആണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം. പ്രകീർണനം മെയിൻലി എന്താണ്? മഴവില്ലാണ്. അതേപോലെ പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ എന്താ? ഘടകവർണ്ണങ്ങളായിട്ട് മാറും. ഇപ്പൊ പ്രിസത്തിലൂടെ പ്രകാശം സംഭവിക്കുമ്പോഴും ഡിസ്പേർഷൻ സംഭവിക്കുമെന്ന് ഓർക്കുക. അടുത്തത് യൂട്രോഫിക്കേഷൻ ജല ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. ജലാശയങ്ങളിലെ യൂട്രോഫിക്കേഷന്റെ പ്രധാന കാരണം എന്താണ്? കൃഷിയിടങ്ങളിൽ നിന്നുള്ള പോഷകങ്ങളുടെ കുറഞ്ഞ ഒഴുക്ക്,
വെള്ളത്തിലെ ഓക്സിജന്റെ അളവിലുള്ള വർധനവ്, പോഷകങ്ങളുടെ അമിതമായ സാന്നിധ്യം, പാറകളുടെ സ്വാഭാവിക അപക്ഷയം. ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി ആണ് അല്ലെ. കൃഷിയിടങ്ങളിൽ നിന്നുള്ള രാസവളങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോ ഒന്ന് പറഞ്ഞുതരുമോ? യൂട്രോഫിക്കേഷൻ എന്താണ് സംഭവം എന്തേനു? യൂട്രോഫിക്കേഷൻ യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞാല് കൃഷിയിടങ്ങൾ അമിതമായിട്ട് രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതെന്ത് ചെയ്യും? ജലത്തിലേക്ക് ഒഴുകിയെത്തുകയും ജലത്തിലെ എക്സസീവ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അമിതമാവുകയും ജലത്തിലെ സസ്യങ്ങൾ നല്ലോണം വളരുകയും ചെയ്യും. അപ്പം ജലത്തിൽ നല്ലോണം സസ്യങ്ങൾ വളരുന്ന സമയത്ത് ജലത്തിലെ ലയിച്ചു ചേർന്ന ഓക്സിജൻ ആര് കൊണ്ടുപോകും? ഈ ജലസസ്യങ്ങൾ കൊണ്ടുപോവുകയും അതിന്റെ ഫലമായിട്ട് വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോയിട്ട് അക്വാട്ടിക് ആനിമൽസിന് അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എന്ത്? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ എന്ത് ചെയ്യും? ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയാണ് സംഭവിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പോഷകങ്ങളുടെ അമിത സാന്നിധ്യമാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? എഗെയിൻ ഒരു സിമ്പിൾ ആൻഡ് ലോജിക്കൽ ക്വസ്റ്റ്യൻ. മൃഗങ്ങളെ വിൽക്കൽ, കൂടില്ലാത്ത മൃഗങ്ങൾക്ക് താൽക്കാലിക പരിചരണവും പാർപ്പിടവും നൽകൽ, ഷോകൾക്കായി മൃഗങ്ങളെ പരിശീലിപ്പിക്കൽ, പരിക്കേറ്റ വന്യജീവികളെ രക്ഷിക്കൽ. ഇത് നാല് ഓപ്ഷൻ. കൂടില്ലാത്ത മൃഗങ്ങൾക്ക് താൽക്കാലിക പരിചരണവും പാർപ്പിടവും നൽകലാണോ മൃഗസംരക്ഷണം? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിനെ സെക്യൂർ ആക്കുക എന്നുള്ളതാണ് എന്ത്? റെസ്ക്യൂ ഇഞ്ചേർഡ് വൈൽഡ് ലൈഫ്. അതാണ് കേട്ടോ കറക്റ്റ് ആൻസർ. നിങ്ങൾ നന്നായിട്ട് വായിക്കുക. കൂടില്ലാത്ത ആനിമൽസ് എന്ന് പറയുമ്പോൾ ഇപ്പം എന്തായാലും ഈ മൃഗസംരക്ഷണമൊക്കെ വൈൽഡ് ആനിമൽസ് ആയിരിക്കും അല്ലെ. അപ്പം എല്ലാവർക്കും കൂട് അതൊക്കെ പോസിബിൾ ആണോ? അവരവരുടെ ഷെൽട്ടേഴ്സ് അവരെ തന്നെ കണ്ടെത്തുകയാണ് ചെയ്യുക. അപ്പം ഇവിടെ ആൻസർ എന്താണ്? പരിക്കേറ്റ വന്യജീവികളെ രക്ഷിക്കലാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ദെൻ ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ മൂല്യനിർണയത്തിനായി മാനകീകൃത പരിശോധനകളെ അമിതമായി ആശ്രയിച്ചാൽ ഉണ്ടാകുന്ന പോരായ്മ. ആധികാരികമായ വിലയിരുത്തൽ പ്രോത്സാഹിപ്പിക്കില്ല. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം എന്ന നിലയിൽ പാഠ്യപദ്ധതിയെ ചുരുക്കും. നിരന്തര മൂല്യനിർണയത്തെ പ്രോത്സാഹിപ്പിക്കും. വിദ്യാർത്ഥികളിൽ സർഗാത്മക വളർത്തും. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ബി. ബി ആണോ ഡി ആണോ? സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിന് ഓവറായിട്ട് എന്ത് ചെയ്യാം? ആശ്രയിക്കാം. അവിടെ എന്താവും? നാരോ ദ കരിക്കുലം ടു ടീച്ച് ദ ടെസ്റ്റ് അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരും അല്ലെ. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം എന്ന നിലയിൽ പാഠ്യപദ്ധതിയെ ചുരുക്കി കളയൂ അല്ലെ. ഇതൊക്കെ എന്താണ് നമ്മള് എന്താ പറയാ നോർമലി വായിച്ചിനെ ആൻസർ ചെയ്യുക എന്നുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത്, തന്നിരിക്കുന്ന ശാസ്ത്രീയ പ്രക്രിയയിൽ ആദ്യം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഫലങ്ങളുടെ വിശകലനം, ഓപ്ഷൻ ബി പരികൽപ്പന രൂപപ്പെടുത്തൽ, ഓപ്ഷൻ സി നിഗമനം രൂപീകരിക്കൽ, ഓപ്ഷൻ ഡി കണ്ടെത്തലുകളുടെ വിനിമയം. അപ്പൊ നിങ്ങളെ ഫസ്റ്റ് വരുന്നതാ ചോദിച്ചത് പരികൽപ്പനകളെ രൂപീകരിക്കും. ഓപ്ഷൻ ബി ആണ് അല്ലെ. ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ പരികൽപ്പനകൾ രൂപപ്പെടുത്തലാണ് കറക്റ്റ് ആൻസർ അല്ലെ. ഓക്കെ, അടുത്തത് ജൈവ പ്രതിവിധി അല്ലെങ്കിൽ ബയോ റെമഡിയേഷൻ എന്ന് പറയും എന്ന പ്രക്രിയയിൽ ഉൾപ്പെടുന്നത് ജലമലിനീകരണം തടയാൻ ഭൗതിക തടസ്സങ്ങളുടെ ഉപയോഗം, രാസവസ്തുക്കൾ ഉപയോഗിച്ച് ജലത്തിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യൽ. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചിട്ട് ആൻസർ കേട്ടോ. പെട്ടെന്ന് ചാടിക്കയറി ആൻസർ ചെയ്ത് ഒന്ന് വായിക്കേട്ടോ. മാലിന്യങ്ങളെ നശിപ്പിക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ സൂക്ഷ്മ ജീവികളെ ഉപയോഗിക്കുക, ജലപ്രവാഹം നിയന്ത്രിക്കാൻ അണക്കെട്ടുകൾ നിർമ്മിക്കുക.
അപ്പൊ ഇതിൽ ഓപ്ഷൻ തികക്കാൻ വേണ്ടി കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നന്നായിട്ടൊന്ന് വായിക്കാം. ജൈവ പ്രതിവിധി എന്നൊക്കെ പറയുമ്പോൾ ഒരു ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെ ആയിരിക്കും? ഓപ്ഷൻ സി, മാലിന്യങ്ങളെ നശിപ്പിക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുക. അതെ, മാലിന്യങ്ങളെ മാലിന്യങ്ങളെ നശിപ്പിക്കുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിനോ എന്ത് ചെയ്യാൻ പറ്റില്ല? എന്നാലും എന്ത് ചെയ്യാ? സൂക്ഷ്മജീവികളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല, കൈമാറ്റം ചെയ്യാനോ പരിവർത്തനം ചെയ്യാനോ മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പ്രസ്താവിക്കുന്ന തെർമോഡൈനാമിക്സിലെ ലോ ഏതാണ്? തെർമോഡൈനാമിക്സ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഏതാണ്? ഒന്നാണോ, രണ്ടാണോ, ഒന്നാം മൂന്നാണോ? നിയമം. ഒന്നാം നിയമം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് അല്ലെ. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഓർ കൺവേർട്ടഡ് അല്ലെ. നമ്മൾ സാധാരണ ന്യൂട്ടന്റെ ഒന്നാം, രണ്ടാം, മൂന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിലെന്ത് തെർമോഡൈനാമിക്സിലേക്ക് പോയിട്ടുണ്ട് അല്ലെ. ഓക്കെ, അടുത്തതും നിങ്ങൾ എന്ത് ചെയ്യരുത്, പെട്ടെന്ന് കയറി ആൻസർ ചെയ്യരുത്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? നന്നായിട്ട് വായിച്ചിട്ട് ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ്, ഈ ഭാഗം നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആൻസർ കിട്ടാവുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അന്തർ വിഷയാത്മക ശാസ്ത്രം ഓർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് എന്ന പദം എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ, പുതിയ ശാസ്ത്ര മേഖലകൾ വികസിപ്പിക്കുക. ഓപ്ഷൻ ബി, ഒന്നിലധികം ശാസ്ത്ര മേഖലകളിൽ നിന്നുള്ള അറിവുകൾ സംയോജിപ്പിക്കുക. സി, ശാസ്ത്ര വിഷയത്തിൽ ശാസ്ത്രീയ തത്വങ്ങൾ സൃഷ്ടിക്കുക. ഒരൊറ്റ ശാസ്ത്ര വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇംഗ്ലീഷും നോക്കാം കേട്ടോ. പോയല്ലോ, നിങ്ങള് പോയല്ലോ. എന്താണ്? സ്ക്രീൻ സ്ക്രീൻ പോയിട്ടുണ്ടല്ലോ. പോയി. സ്ക്രീൻ പോയി. അയ്യോ, പോയോ? ഓക്കെ, ഒറ്റ മിനിറ്റ്. ഓക്കെ, നിങ്ങൾ വായിച്ചിട്ട് ഓപ്ഷൻ ആൻസർ ബി, ചെയ്യാം. ഒന്നിലധികം ശാസ്ത്ര മേഖലകളിൽ നിന്നുള്ള അറിവുകൾ സംയോജിപ്പിക്കുക. ഒന്നിലധികം ശാസ്ത്ര മേഖലകളിൽ നിന്നുള്ള അറിവുകൾ. ഇന്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തറിയണം? അത് പല മേഖലകളുമാണ് അല്ലെ. ഇന്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞാൽ ദേശം വിട്ടിട്ടാണ് അല്ലെ. അപ്പം അതെന്താണ്? ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ ഒന്നിലധികം ശാസ്ത്ര മേഖലകളിൽ നിന്നുള്ള അറിവുകൾ സംയോജിപ്പിക്കുക. അടുത്തത്, ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യനും നന്നായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം കേട്ടോ. ശാസ്ത്ര വിദ്യാഭ്യാസത്തിൽ അനുബന്ധ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശ്യം എന്താണ്? പരമ്പരാഗത ക്ലാസ് റൂം പഠനത്തെ പരിവർത്തിപ്പിക്കൽ. ടു റീപ്ലേസ് ട്രഡീഷണൽ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ. ക്ലാസ് റൂം പഠനം മെച്ചപ്പെടുത്തലും ശക്തിപ്പെടുത്തലും. എൻഹാൻസ് ആൻഡ് റീഇൻഫോഴ്സ് ക്ലാസ് റൂം ലേണിംഗ്. പഠനത്തിന്റെ പ്രാഥമിക ഉറവിടമായിട്ട് പ്രവർത്തിക്കൽ. ടു സർവീസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ലേണിംഗ്. വിദ്യാർത്ഥികൾക്ക് വിനോദം നൽകൽ. ഇതും വായിച്ചിട്ട് ആൻസർ ചെയ്യണേ. ബി അല്ലേ, ക്ലാസ് റൂം പഠനം ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി, ക്ലാസ് റൂം പഠനം മെച്ചപ്പെടുത്തലും ശക്തിപ്പെടുത്തലും അല്ലെ. ഓക്കെ, അടുത്തത് ആകാശത്തിൽ. അടുത്തതും കുറച്ചൊരു റെയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആകാശത്തിൽ ഒരു നിരീക്ഷകന് നേരെ മുകളിലുള്ള പോയിന്റിനെ വിളിക്കുന്നത് ഹൊറൈസൺ, സെനിത്ത്, നെബുല, മെറിഡിയൻ. സെനിത്ത്. ജെനിത്ത് ആണ് അല്ലെ. ജെനിത്ത് ആണ് കറക്റ്റ് ആൻസർ അല്ലെ. ഈ നെബുല എന്നൊക്കെ പറയുന്നത് നക്ഷത്രങ്ങള്, മെറിഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മള് എർത്തിന്റെ ആ ഒരു ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം ആണ്. എനിക്ക് അത്രയും ജോഗ്രഫിയിൽ ഇതില്ല, അതാണെന്ന് തോന്നുന്നു. കാരണം ഇത് ഓപ്ഷൻസ് തികക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ.
ബാക്കിയുള്ള ഹൊറൈസൺ എന്നൊക്കെ പറയുന്നത് ജെനിത്ത് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ദെൻ അടുത്തത് 84-ാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് സൗരയൂഥം എന്ന് പറയുന്ന ഭാഗങ്ങള് പിന്നെ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രഹമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സോളാർ ലൂണാർ എക്ലിപ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ നിങ്ങൾ അത് നന്നായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ദെൻ എന്താണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഏത് ഗ്രഹത്തിലെ പ്രധാന സവിശേഷതയാണ്? ശുക്രൻ, ബുധൻ, വ്യാഴം, യുറാനസ്. വ്യാഴം. വ്യാഴത്തിലെയാണ് അല്ലെ. അപ്പം ഗ്രഹങ്ങള് നന്നായിട്ടുള്ള ക്ലാസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ PDF ജസ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇത് എന്ന് പറയാനില്ല. എല്ലാ പോയിന്റ്സും എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡീപ്പ് ലെവലിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ ആ ഒരു ഭാഗം നോക്കണേ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അത് ശനിയിലാണോ ഒരു വൈറ്റ് സ്പോട്ട് കാണപ്പെടുന്നില്ല? വൈറ്റ് സ്പോട്ട് ശനിയാണ്. ശനിയിൽ കാണുന്നതാണ് കേട്ടോ. ഗ്രേറ്റ് റെഡ് സ്പോട്ട് വ്യാഴത്തിലാണ്. ഗ്രേറ്റ് വൈറ്റ് സ്പോട്ട് സാറ്റേണിൽ അല്ലെങ്കിൽ ശനിയിൽ കാണപ്പെടുന്നതാണ് കേട്ടോ. അടുത്തത് 86-ാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നവയിൽ എന്താണ് ഇതിന്റെ ആൻസർ ഒന്നുകൂടി പറയോ? ഏതാണ് നമ്മള് വ്യാഴത്തിൻ്റെതാണോ? റെഡ് സ്പോട്ട്. ഗ്രേറ്റ് റെഡ് സ്പോട്ട് വ്യാഴത്തിലാണ്. അതേപോലെ ഗ്രേറ്റ് വൈറ്റ് സ്പോട്ട് ശനിയിലാണ്. ഓക്കെ. അടുത്തത് സയൻസ് അധ്യാപനത്തിൽ വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും സൗകര്യമുള്ള ഒരു ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഏത് രീതിയാണ്? പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, അന്വേഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനം, തുറന്ന പിന്തുണ നൽകുന്നതുമായ വിനിമയം, സ്വേച്ഛാധിപത്യ സമീപനം. ഓപ്ഷൻ സി, തുറന്നതും പിന്തുണ ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്പൺ ആൻഡ് സപ്പോർട്ടീവ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ദെൻ 86-ാമത്തെ ക്വസ്റ്റ്യൻ. ഇതും കുറച്ച് റയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. തന്നിരിക്കുന്നവയിൽ കൈ, കാലുകളും അവയവങ്ങളും ഉൾപ്പെട്ട് നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ള ജീവി ഏതാണ്? നീരാണി, സലമാണ്ടർ, പാറ്റ, ഗിബൺ. ഏതാണ്? സലമാണ്ടർ ആണോ? ഇതിൽ ഏതാ ഒന്നാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. നീരാളിയല്ലേ ആൻസർ? നീരാളിയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. നീരാളിയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ദെൻ അടുത്തത് 87-ാമത്തെ ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക ലക്ഷ്യം ഏതാണ്? ഇത് നിങ്ങൾ എന്ത് ചെയ്യാറ്, ചാടിക്കയറി ആൻസർ ചെയ്യരുത്. കറക്റ്റ് 4 ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ പറയാം. കുറച്ച് നിങ്ങൾ റിസർവ് ബാങ്കിന്റെ ആ ഒരു ജിയോഗ്രഫിന്റെ പോർഷൻസ് നോക്കിയില്ലെങ്കിലും, സോറി എക്കണോമിക്സിന്റെ പോർഷൻസ് നോക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ലാഭം പരമാവധിയാക്കൽ, വില സ്ഥിരതയും പണപ്പെരുപ്പ നിയന്ത്രണവും, പ്രത്യേക ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കുക, വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. പ്രാഥമിക ലക്ഷ്യമാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് അല്ലെ. വില സ്ഥിരതയും പണപ്പെരുപ്പം നിയന്ത്രിക്കലും അല്ലെ. പിന്നെ മറ്റു ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കലും വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കലും ഒക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങളാണ്. പക്ഷെ പ്രൈമറി ചോദിച്ചാൽ എന്താണ്, പ്രൈമറി ഒബ്ജക്റ്റീവ് ചോദിച്ചാൽ അതെപ്പോഴും എന്താണ്, വില സ്ഥിരതയും പണപ്പെരുപ്പ നിയന്ത്രണവുമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ദെൻ അടുത്തത് മണ്ണില്ലാതെ സസ്യങ്ങളെ പോഷക സമ്പന്നമായ ജലലായനിയിൽ വളർത്തുന്ന പ്രക്രിയ ഏതാണ്? ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, സെറിസ്കോപ്സ്കേപ്പിംഗ്, ഫൈറ്റോ റെമഡിയേഷൻ. ഹൈഡ്രോപോണിക്സ് ആണ് അല്ലെ. ഇനി മണ്ണും ജലവും ഇല്ലാതെ ഏതായിരുന്നു? എയറോപോണിക്സ് ആണ് അല്ലെ. ഓക്കെ. അടുത്തത് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്.
പ്രഥമ ശുശ്രൂഷയിൽ CPR എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കാർഡിയോവാസ്കുലർ മാം ആ പമ്പിംഗ്. 88 രണ്ടും എന്തുവാ ബാക്കി സിയും ഡിയും എന്തുവാ? റീസ്കേപ്പിംഗ് എന്ന് പറഞ്ഞാല് ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു എന്താ പറയാ, മണ്ണില് അതേപോലെ മറ്റുള്ള വസ്തുക്കളിലുള്ള കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ്. സെറീസ്കാപ്പിംഗ് എന്ന് പറഞ്ഞാല് അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. സെറീസ്കാപ്പിംഗ് അതൊരു ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതായത് വെള്ളം ഇറിഗേഷൻ പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു, ഒന്ന് നോക്കണം കേട്ടോ. അതായത് ഗാർഡനിൽ വെള്ളം എത്തിക്കുന്ന നമ്മൾ ഇറിഗേഷൻ ടൈപ്പ് പ്രോഗ്രാമിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെള്ളം കുറച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പിന്നെ അധികം ഇപ്പൊ ചില ഗാർഡനിലൊക്കെ വെള്ളം നിന്ന് കഴിഞ്ഞാല് അധികം നിന്ന് കഴിഞ്ഞാല് അത് ചെടികൾക്ക് പ്രശ്നമാണ്. ഇപ്പൊ മണൽ മണ്ണുകളിലൊക്കെ ആണെങ്കിൽ അധിക സമയം വെള്ളം കെട്ടി നിന്ന ചില സസ്യങ്ങൾക്ക് എന്താണ് അത് പ്രശ്നമാണ്. അപ്പം ആ ടൈപ്പ് ഓഫ് ഇറിഗേഷൻ, വെള്ളം കെട്ടി നിൽക്കുന്നതും അതായത് വെള്ളത്തിന്റെ കെട്ടി നിൽക്കലൊക്കെ കുറയ്ക്കുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ചെറിയ പ്രോസസ്സാണ് സെറീസ്കേപ്പിംഗ് എന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് ഞാൻ മാറ്റോണ്ട് പറയാം കേട്ടോ. വാട്ടർ കണ്ടന്റിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഓക്കെ ടീച്ചർ. ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മണ്ണിലുള്ള മൈക്രോബ്സിനെ അതേപോലെ റെഡ്യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇപ്പൊ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണില് സൂക്ഷ്മ ജീവികളെ അതായത് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആഗിരണം ചെയ്യുന്ന അബ്സോർബ് ചെയ്യുന്ന ബാക്ടീരിയകളെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്ന ഒരു ടെക്നിക്ക് ഇപ്പൊ വളർന്നു വരുന്നുണ്ട്. ചില IIT-കളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ടോക്സിസിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോ എന്ത് ചെയ്യാം, നമ്മൾ പല മൈക്രോബ്സിനൊക്കെ ഉപയോഗിക്കാം. ആ ഒരു ടെക്നിക്കാണ് ഫൈറ്റോ റെമഡിയേഷൻ എന്ന് തോന്നുന്നു, ഉറപ്പില്ല, ഒന്ന് നോക്കാട്ടോ. ഏകദേശം അത് വരാനാണ് സാധ്യത. അതായത് മണ്ണിലെ ടോക്സിസിറ്റി ആരെ ഉപയോഗിച്ചിട്ട് ഇല്ലാതാക്കുക, മൈക്രോ ഓർഗാനിസത്തിന് ഉപയോഗിക്കുക. അതേപോലെ അന്തരീക്ഷത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ടോക്സിസിറ്റി ഈ ഒരു മൈക്രോബ്സിനെ ഉപയോഗിച്ചിട്ട് ഇല്ലാതാക്കാം. അതാണ് ഫൈറ്റോ റെമഡിയേഷൻ എന്ന് പറഞ്ഞാല്. പിന്നെ സെറീസ്കാപ്പിംഗ് എന്ന് പറഞ്ഞാല് മണ്ണിലുള്ള ജലാംശത്തെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നല്ല, സസ്യങ്ങൾക്ക് ഹാംഫുൾ ആവുന്ന രീതിയിലുള്ള ഇറിഗേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് സെറീസ്കേപ്പിംഗ് എന്ന് പറയുന്നത്. ചോദിച്ചത് നന്നായി. അത് രണ്ടും എന്താണ്, ഫൈറ്റോ റെമഡിയേഷൻ ഇപ്പൊ റെലവെന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഐ തിങ്ക് IIT ഗുവാഹത്തി അല്ലെങ്കിൽ മുംബൈ ഇത് രണ്ടിൽ ഇതിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2025 അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ന്യൂസുകൾ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോന്നറിയില്ല. ആ പരീക്ഷണം വിജയിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണിലെ ടോക്സിസിറ്റി പല രീതിയിലും കുറക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 89ാമത്തെ ക്വസ്റ്റ്യൻ. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? കാർഡിയോവാസ്കുലർ പമ്പിംഗ് റെസ്പോൺസ്, കാർഡിയോ പൾമനറി റെസിസിയേഷൻ, കാർഡിയാക് പ്രഷർ റിലീഫ്, ചെസ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് റിക്കവറി. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വെറുതെ ഉള്ളതാണ് കേട്ടോ. കാർഡിയോ പൾമണറി റെസിസിയേഷൻ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് നമ്മള് ഞാൻ എവിടെയോ പ്രഥമ ശുശ്രൂഷന്റെ കാര്യം പറയുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ EVS-ന്റെ ക്വസ്റ്റ്യനിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് കുറച്ച് കട്ടിയുള്ളത് പോലെ തോന്നുന്നതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഹെംലിക്സ് മെനോവർ എന്ന് പറയുന്നത്, അതായത് തൊണ്ടയിൽ എന്തെങ്കിലും സാധനങ്ങൾ കുടുങ്ങിയിട്ടുണ്ടാവുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിനെ ഹെംലിക്സ് മെനോവർ എന്ന് പറയുമല്ലോ, ഹെൻലിക്സ് മെനോവർ. അപ്പൊ ആ ഒരു ടേം കണ്ടതുകൊണ്ട് ചിലപ്പം ഇടാത്തിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്ത് വെക്കണം, ഹെംലിക്സ് മെനോവർ ആണ് കേട്ടോ. അതായത് തൊണ്ടയിൽ ആഹാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കോയിൻസ് ഒക്കെ കുടുങ്ങി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ റിക്കവർ ചെയ്യാന് നമ്മൾ പല ടെക്നിക്സും പറയും അല്ലെ, പ്രഥമ ശുശ്രൂഷകൾ കൊടുക്കും അല്ലെ. അപ്പം ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ഹെൻലിക്സ് മെനോവർ എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പരിസര ഘടന ബി ആണ് ആൻസർ. HEN ഹെൻലിക്സ്
അതല്ല കാർഡിയോ പൾമണറി റെസിസിയേഷൻ. ഓപ്ഷൻ ബി റെസിസിയേഷൻ. കാർഡിയോ പൾമനറി റെസിസിയേഷൻ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പരിസര പഠനത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? അപ്പൊ നിങ്ങൾ ഇതും എന്ത് ചെയ്യാം, നന്നായിട്ട് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാം. പരിസര പഠനത്തിനായി പുതിയ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുക, മനുഷ്യനും പരിസരവും തമ്മിലുള്ള ഇടപെടലുകളെ കുറിച്ച് പഠിക്കുക, പരിസ്ഥിതി നിയമങ്ങൾ ഉണ്ടാക്കുക, മനുഷ്യന്റെ ആവശ്യങ്ങൾക്കായി പരിസ്ഥിതിയെ പരിവർത്തനം ചെയ്യുക. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് അല്ലെ. നമ്മൾ പരിസ്ഥിതി പഠനം അല്ലെങ്കിൽ പരിസര പഠനം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മനുഷ്യനും അവന്റെ പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പഠിക്കുന്നതാണ് പരിസര പഠനം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറെ ലോജിക്കലായിട്ട് നമുക്ക് തിങ്ക് ചെയ്ത് നമ്മുടെ ഒരു ലോജിക്കിന് അടിസ്ഥാനത്തിൽ കറക്റ്റ് ആവുന്ന ആൻസേഴ്സ് കുറെ ഉണ്ട്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാത്തതൊക്കെ നിങ്ങൾ എൻവയോൺമെന്റൽ സയൻസിൽ എക്സ്പെക്ട് ചെയ്യണം. പിന്നെ എന്താണ് എക്സ്പെക്ട് ചെയ്യണം എന്ന് വെച്ചാൽ എന്താണ്, ഒന്നോ രണ്ടോ പുതിയ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പക്ഷെ അതിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയാൽ ഓഫ് കോഴ്സ് അത് നല്ല കാര്യം തന്നെ. പിന്നെ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് വരും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയും കിട്ടും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് വേണം നിങ്ങൾ റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോ ഇനി എന്താണ് EVS ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്? പിന്നെ നിങ്ങൾക്കൊരു ഖാരിഫ് വിളകള്, റാബി വിളകള്, ആ ഒരു ഏരിയയിൽ ചിലപ്പോ എന്താണ് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അത് നിങ്ങളൊന്ന് നോക്കണം. അതിന്റെ ഒരു ഷുവർ ഷോട്ട് PDF ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുതരാം. അതും ഒന്ന് പഠിക്കണം. അതേപോലെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടതിന് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ്. അത് നിങ്ങൾ ജോഗ്രഫിയിൽ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, അയണോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലെയേഴ്സ്